സോ ഇനി പറയാൻ പോകുന്നത് അടുത്ത ഒരു കോമ്പിനേഷണൽ ലോജിക് അപ്ലിക്കേഷൻസാണ്. അതായത് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സിൻ്റെ അനാലിസിസ്, അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ, അതിൻ്റെ ലൈക്ക് റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി കോമ്പിനേഷൻ ലോജിക് ഉപയോഗിച്ചിട്ട് റിയൽ ലൈഫിൽ എന്തൊക്കെ സെക്ടറിൽ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് ഫസ്റ്റ് തിങ് ദാറ്റ് ഇസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ യുവർ സിലബസ് ഈസ് മക്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് സർക്യൂട്ട്സാണ് നമ്മൾ കോമ്പിനേഷൻ ലോജിക്കിൽ ഫസ്റ്റായിട്ട് അപ്ലിക്കേഷൻ പോയിന്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത് ലൈക്ക് യു ഹാവ് മെനി നമ്പർ ഓഫ് ഇൻപുട്സ്. അതായത് മൾട്ടിപ്ലക്സർ ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇൻ ദാറ്റ് സിസ്റ്റം യു പ്രൊവൈഡ് n നമ്പർ ഓഫ് ഇൻപുട്സ് ആൻഡ് ദ സിസ്റ്റം വിൽ ഹാവ് ഓൺലി വൺ ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആസ് യു ക്യാൻ സീ ഫ്രം ദിസ് ഡയഗ്രാം you have like four devices, like ഒരു ഐപോഡ് ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ ലാപ്പ് ഉണ്ട്, ഒരു സാറ്റലൈറ്റ് സിസ്റ്റം ഉണ്ട്, ഒരു പ്ലെയർ ഉണ്ട്. സോ യു ഹാവ് ഫോർ സിസ്റ്റംസ് ആൻഡ് ഓൺ ദി അതർ സൈഡ് യു ഹാവ് ഓൺലി വൺ സ്പീക്കർ. ഓക്കെ, ഇമാജിൻ യു ആർ നോട്ട് യൂസിങ് ഓൾ ദി ഫോർ സിസ്റ്റംസ് ഇൻ ദിസ് സൈഡ് അറ്റ് എ സിംഗിൾ ടൈം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? അതായത് മക്സ് ഉപയോഗിക്കാനുള്ള റീസണാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇൻപുട്ടിലുള്ള ഈ എല്ലാ ഇൻപുട്ട്സും അല്ലെങ്കിൽ ഇൻപുട്ടിലുള്ള എല്ലാ സിസ്റ്റംസും നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഔട്ട്പുട്ടിൽ സ്പീക്കർ ഈസ് ഓൾവേസ് കണക്റ്റഡ്. ഓക്കെ, സോ സ്പീക്കർ എന്ന് പറയുന്ന റിസോഴ്സ് ഈസ് ഓൾവേസ് ദെയർ ഇൻ ദി ഔട്ട്പുട്ട് വിച്ച് ക്യാൻ പെർഫോം അറ്റ് എനി ടൈം. അല്ലെങ്കിൽ 24 മണിക്കൂറും 24/7 സ്പീക്കർ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് അപ്പുറത്തുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന കമ്പണൻസ് എല്ലാം എല്ലാ സമയം പ്രവർത്തിച്ചോളണമെന്നില്ല. ഓക്കെ, സോ അവിടെയാണ് നമ്മൾ മൾട്ടിപ്ലക്സർ യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇത് പല രീതിയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു എപ്പോഴാണോ എന്താണോ വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്നതിനെ അങ്ങോട്ടേക്ക് ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ലാപ്പായിരിക്കും ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക, ബാക്കിയൊന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. സോ മൾട്ടിപ്ലക്സർ വിൽ സെലക്ട് ലാപ്പ് ആൻഡ് ഗീവ് ദി ഔട്ട്പുട്ട് ടു സ്പീക്കർ. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? പിന്നെ ഒന്നും എവറിത്തിങ് ഈസ് ഓഫ്. സോ ഇൻ ദ മീൻ ടൈം, സോ ലൈക്ക് ഇഫ് ദ സാറ്റലൈറ്റ് സിസ്റ്റം അവിടെ നിന്ന് വരുന്ന ഒരു സിഗ്നലാണ് നമുക്ക് സ്പീക്കറിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ജസ്റ്റ് സ്വിച്ച് ഓവർ ടു ദി സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ 4 ലൈക്ക് ഇൻപുട്ട്സും യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഫെസിലിറ്റി എന്ന് പറഞ്ഞത് സിംഗിളാണ്. അപ്പോൾ നമുക്ക് എഫിഷ്യൻ്റായിട്ട് ഒരു ഔട്ട്പുട്ട് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ കഴിയും. അതാണ് മൾട്ടിപ്ലക്സർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലൈക്ക് നമ്മൾ ഇപ്പോൾ TDMA നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഒരു പക്ഷേ, ദാറ്റ് ഈസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. അതായത് ഓരോന്നിനും ഓരോ സമയം കൊടുത്തിട്ടുണ്ടാവും. അതാണ് TDMA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് വെരി സിമ്പിൾ. ഓരോന്നിനും ഓരോ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ രാവിലെ 9 മുതൽ 10 മണി വരെ ഐപോഡ്, 10 to 11 ലാപ്പ്, 11 to 12 ഇത്, 12 to 13 ദി പ്ലേബാക്ക് സിസ്റ്റം. സോ ഇങ്ങനെ ഓരോന്നിനും ഓരോ സമയം കൊടുത്തിട്ടുണ്ടാകും. സോ മൾട്ടിപ്ലക്സർ വിൽ ഓട്ടോമാറ്റിക്കലി ചൂസ് ദി ഡിവൈസസ് അക്കോർഡിംഗ്ലി ആൻഡ് ദെൻ ഗീവ് ടു ദ സ്പീക്കർ. ഓക്കെ, ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ടൈം ഡിവിഷൻ TDMAയുടെ മൾട്ടിപ്ലക്സിങ്ങിൻ്റെ ഒരു ചെറിയൊരു അപ്ലിക്കേഷനാണ് ഞാനിവിടെ പറഞ്ഞത്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എ മൾട്ടിപ്ലക്സർ വിൽ ടേക്ക് n നമ്പർ ഓഫ് ഇൻപുട്ട്സ് ആൻഡ് അക്കോർഡിംഗ് ടു ദ സ്വിച്ചിങ്, മൾട്ടിപ്ലക്സർ സ്വിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ ഇൻപുട്ട്സിനെ ഔട്ട്പുട്ടിലേക്ക് എഫിഷ്യൻ്റായിട്ട് കപ്പിൾ ചെയ്യും. അതാണ് മൾട്ടിപ്ലക്സറിൻ്റെ ഗുണം. സോ മൾട്ടിപ്ലക്സറിൻ്റെ അതായത് റിസോഴ്സ് മാനേജ്മെൻറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് സ്പീക്കർ എന്ന് പറയുന്ന റിസോഴ്സ് ഒന്നേ ഉള്ളൂ, പക്ഷേ നമുക്ക് ആ സ്പീക്കറിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത് n നമ്പർ ഓഫ് ഡിവൈസസ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ആ ഒരു സ്പീക്കറിൽ കൊടുക്കാം. സോ മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞ ഡിവൈസ് മാത്രം അവിടെ യൂസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോന്നിനും ഇപ്പോൾ 4 4 സ്പീക്കർ കൊടുക്കണമെന്നില്ല. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിംഗിൾ യൂസറാണ്, 4 4 സ്പീക്കർ കൊടുത്താൽ ഈ TDMA അവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എല്ലാവരും 4 ഭാഗത്തു നിന്ന് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും അല്ലേ? ഐപോഡ് അവിടെ നിന്ന് പാട്ട് പാടുന്നു, ഇവിടെ നിന്ന് ലാപ്പിൽ നിന്ന് ഉള്ള സൗണ്ട്. സോ ഇറ്റ് ഈസ് എ കയോസ്. നമുക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഇങ്ങനെ വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ TDMA ടൈം ഡിവിഷൻ ആണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറ്റ് എ ടൈം ഒന്നേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു റിസോഴ്സിനെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. സോ അതിനാണ് നമ്മൾ മൾട്ടിപ്ലക്സർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുക. ക്ലിയർ?
ഒരു സിമ്പിൾ മൾട്ടിപ്ലക്സറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്. സോ യു ഹാവ് two inputs like this here and you have an output at the other side. So ഈ രണ്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാൻ you have one select line. So ഇതാണ് 2:1 മൾട്ടിപ്ലക്സർ എന്ന് നമ്മൾ പറയും. So this multiplexer is known as 2:1 mux. അതായത് 2 input and 1 output. ഓക്കെ, സോ ഇത് നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാവും. രണ്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ the number of select line needed is only 1. ക്ലിയർ? അതേ സെലക്ട് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? Like it is represented here, this is A and say this is B, and then you have output as Y here. Okay, Y output. So E and say this is the select line. Okay, so you have A, B as inputs and you have S as select line and Y as output. Ini this S can take two values. അല്ലേ, ഏതൊക്കെ വാല്യൂസ് എടുക്കാം? ഇറ്റ് ക്യാൻ ടേക്ക് 0 or 1. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ടേക്കിംഗ് 0 ഇറ്റ് വിൽ സെലക്ട് എ. ഓക്കെ, എൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഈ താഴെ ഞാൻ കാണിച്ചിരിക്കുന്നത്, അതിലേക്ക് വരാം. ഓക്കെ, സോ if S is 0 it will select A. If S is 1 it will select B and give it to Y. So the condition is, say you can always write case 1. If S is 0 Y is equal to A. Case 2, if S is equal to 1 Y is equal to B. ഇതാണ് ഒരു സിമ്പിൾ ഫോമിൽ മൾട്ടിപ്ലക്സർ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഫോർമേഷൻ. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന സെലക്ട് കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ സെലക്ട് കോമ്പിനേഷൻ അനുസരിച്ചാണ് ഏത് ഇൻപുട്ട് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് 2:1 മൾട്ടിപ്ലക്സറിൻ്റെ കേസിൽ. ഇനി there are like 4:1, 8:1. So these are all different types of multiplexing. ഞാൻ അതിലേക്ക് ക്വിക്കായിട്ട് പറയാം. ഓക്കെ, സോ 4:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് 4 ഇൻപുട്ട്സ്. സോ 4 ഇൻപുട്ട്സിനെ സെലക്ട് ചെയ്യണമെങ്കിൽ എത്ര സെലക്ട് ലൈൻസ് വേണം? സോ ദി ഇക്വേഷൻ ഈസ് വെരി സിമ്പിൾ. യു ഹാവ് 4 ഇൻപുട്ട്സ് എന്ന് പറഞ്ഞാൽ ദ കോമ്പിനേഷൻസ് പോസിബിൾസ് ആർ ലൈക്ക് 4 ഇൻപുട്ട്സ്. സോ യു ഹാവ് സേ A, B, C, D. So 4 input ആകുമ്പോൾ തന്നെ സെലക്ട് ലൈൻസ് എത്ര വേണ്ടി വരും? യു ഹാവ് ഓൺലി 2 സെലക്ട് ലൈൻസ്, ദാറ്റ് ഈസ് S1 ആൻഡ് S2. സിൻസ് 0 0 0 1 1 0 1 1. സി 0 0 നിങ്ങൾ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ A സെലക്ട് ചെയ്യും, 0 1 വിൽ സെലക്ട് B, 1 0 വിൽ സെലക്ട് C ആൻഡ് 1 1 വിൽ സെലക്ട് D. ക്ലിയർ? സോ ഇങ്ങനെയാണ് സെലക്ട് ലൈൻസ് വരിക. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. സോ 4:1 ആണെങ്കിൽ 4 സെലക്ട് ലൈൻസ് ഉണ്ടാവും. ക്ലിയർ? ഇനി 8 ആണെങ്കിലോ? സോ ദി റിലേഷൻഷിപ്പ് ഈസ് ദ സെയിം, 2 to the power n. ഇനി 8 ആണെങ്കിൽ യു ഹാവ് 3 സെലക്ട് ലൈൻസ്, അതായത് 8 ഇൻപുട്സ് ആണ്. സോ യു നീഡ് ടു ഹാവ് 3 സെലക്ട് ലൈൻസ്. ഓക്കെ, എ അല്ലെങ്കിൽ S1 S2 S3. ക്ലിയർ? ഇനി ഈ ഒരു പോർഷനിലേക്ക് വരിക, ഈ ഒരു ഡൗൺ പോർഷനിലേക്ക്. അതായത് ഇതെങ്ങനെ, ഈ ഒരു സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇത്. സോ ഫോർ എക്സാമ്പിൾ this is your A and this is your S and this is the B and this is the Y. Okay, now you select like A യും S ഉം. Okay, and output is like Y should be A ആണെങ്കിൽ. Okay, say for example first case S equal to 0. S equal to 0 ആണെങ്കിൽ, സോ ഈ ഒരു കോമ്പിനേഷൻ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി ഈ സർക്യൂട്ടിനനുസരിച്ച് മാറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ഫോർ ഇഫ് S equal to 0 you will get an output as you will get an output B and S equal to 1 you will get an output A. ഇതിലേക്ക് ഞാൻ വരാം, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, കാരണം ഈ സർക്യൂട്ടിനനുസരിച്ചാണ് ഞാൻ അവിടെ മാറ്റിയത്. ഓക്കെ, എനിവേ 0 ആണെങ്കിൽ B കിട്ടും, 1 ആണെങ്കിൽ A കിട്ടും. ദി കൺസെപ്റ്റ് ഈസ് സെയിം. ഇനി നമ്മൾ സർക്യൂട്ടിലേക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ A is there, whatever A can be 0 or 1 because A is input. ഇനി A സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ആൻഡ് ഗേറ്റ് എന്തായിരിക്കണം? ഈ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് വേണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി വാട്ട്, ലൈക്ക് ഇറ്റ് ഷുഡ് ഹാവ് 1 അല്ലേ? രണ്ടും 1 ആണെങ്കിൽ മാത്രമേ ആൻഡിൻ്റെ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. സോ
A എന്ന് പറയുന്ന സാധനം സെലക്ട് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് ദിസ് 1. ഓക്കെ, ആദ്യം എസിൻ്റെ കേസ് 0 ആണെന്ന് വിചാരിക്കുക. സോ 0 ആവുന്ന കേസിൽ ഈ ഒരു ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി 0 ബിക്കോസ് എസ് ഈസ് 0, ദ ഔട്ട്പുട്ട് വിൽ ബി 0 റെസ്പെക്റ്റീവ് ഓഫ് എ എന്ത് തന്നെയാണെങ്കിലും കാര്യമില്ല. എസ് ഈസ് 0, സോ ദ ഔട്ട്പുട്ട് ഈസ് 0. ഇനി ഈ ഒരു പോർഷൻ നോക്കിയേ, ഇഫ് എസ് ഈസ് 0 ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ഈ ഒരു പോർഷനിൽ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് വിൽ ബിക്കം 1 അല്ലേ, ഇവിടെ 1 വരും. സോ ദിസ് ഈസ് 1 ആൻഡ് ഇറ്റ് വിൽ കൺസിഡർ ബി. ക്ലിയർ? സോ എസ് 0 ആവുന്ന കേസിൽ നമ്മൾ ബി സെലക്ട് ചെയ്യും. സി, എസ് 0 ആവുന്ന കേസിൽ ബി സെലക്ട് ചെയ്യും. y ഈസ് ഈക്വൽ ടു ബി. ക്ലിയർ? സോ ദിസ് പാർട്ട് ഈസ് ഈ ആൻഡ് ഗേറ്റ് ബി എന്തോ ആയിക്കോട്ടെ, ബി 0 ആയിക്കോട്ടെ 1 ആയിക്കോട്ടെ, ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദി ഔട്ട്പുട്ട്. ഇവിടെ ഈ ആൻഡ് ഗേറ്റ് വർക്ക് ചെയ്യുന്നില്ല കാരണം എസ് 0 ആണ്. ഇനി എസ് സെക്കൻഡ് കേസ് എസ് 1 ആവുന്ന കേസിൽ നോക്കുക. എസ് 1 ആവുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ആൻഡ് ഗേറ്റ് വിൽ ടേക്ക് എ ബിക്കോസ് എ കുഡ് ബി എനിത്തിങ് 0 or 1. ഈ ഒരു കേസിൽ ദിസ് 1 വിൽ ബിക്കം 0 കാരണം ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്. സോ ദിസ് ആൻഡ് ഗേറ്റ് ഈസ് നോട്ട് ഇൻ എ വർക്കിംഗ് ഫോം. ഓക്കെ, സോ ദിസ് എസ് ഡിറ്റർമിൻസ് വിച്ച് ആൻഡ് ഗേറ്റ് ഷുഡ് വർക്ക് അറ്റ് എ ടൈം. ഏത് ആൻഡ് ഗേറ്റ് വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഈ എസ് ആണ്. ഓക്കെ, ഇഫ് എസ് ഈസ് 0 it will make this AND gate working. If S is 1 it will make this AND gate working so that the A input is coupled to the output. ഓക്കെ, ഒന്നും കൂടി പറയാം. എസ് 0 ആവുന്ന കേസിൽ ബി ആണ് ഔട്ട്പുട്ടിലേക്ക് കപ്പിൾ ചെയ്യുക, ദാറ്റ് ഈസ് y will take B value. എസ് 1 ആവുന്ന കേസിൽ y will have a value of A. Clear? So this is how multiplexer works. സോ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് ഉള്ള ലൈക്ക് ദിസ് ഈസ് ഹൗ യു കമ്പൈൻ ഗേറ്റ്സ് ടു അച്ചീവ് മൾട്ടിപ്ലക്സർ വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്. ഓക്കെ, സോ ഇതിന് 2:1 മൾട്ടിപ്ലക്സർ എന്നാണ് നമ്മൾ പറയുക. ലൈക്ക് 2 ഇൻപുട്സ് 1 ഔട്ട്പുട്ട് and you have 1 select line. ഈ കാണിച്ചിരിക്കുന്നതാണ് 4:1 mux. അതായത് 4:1 mux. അതായത് you have A, B, C, D as input and you have 2 select lines S0 and S1. Okay, so ഇതിനെ നമ്മൾ represent ചെയ്യുന്നത് like this. You have A, B, C, D as input, 2 select lines which is represented as S1 and S2 and you have 1 output as like output. You have 1 output. So this is how represent. So ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഒരു 4:1 മൾട്ടിപ്ലക്സറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണത്. ഇത് നിങ്ങൾ ഓരോ കണ്ടീഷനും എടുത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ യുനോ സാറ്റിസ്ഫൈ ദിസ് ട്രൂത്ത് ടേബിൾ. ഈ ട്രൂത്ത് ടേബിളിൽ കാണിച്ച് ഫോർ എക്സാമ്പിൾ 0 0 കൊടുക്കുകയാണെങ്കിൽ this 2 input 0 0 ആണെങ്കിൽ it will take A as output. A ആണ് ഔട്ട്പുട്ടിലേക്ക് കപ്പിൾ ചെയ്യുക. സോ 0 0 കോമ്പിനേഷൻ വിൽ കപ്പിൾ A. ഓക്കെ, ഇനി അടുത്തത് 1 0 വിൽ കപ്പിൾ B. ഓക്കെ, 0 1 കപ്പിൾ C, 1 1 വിൽ കപ്പിൾ D. ഓക്കെ, സോ അറ്റ് എ സിംഗിൾ ടൈം ഒരു ഇൻപുട്ട് ആയിരിക്കും ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുക. സോ അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. ഓക്കെ, സോ ദിസ് ഈസ് 4:1. ഇത് ഈ സർക്യൂട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ. ബട്ട് വാട്ട് ഐ വാണ്ട് യു ടു ഡു ഈസ് യു ടേക്ക് ഈച്ച് ആൻഡ് എവറി കോമ്പിനേഷൻ, ഓരോ കണ്ടീഷൻസ് എടുക്കുക, എന്നിട്ട് ഔട്ട്പുട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് സെൽഫായിട്ട് ഒന്ന് നോക്കുക. സോ യു അനലൈസ് ദിസ് സർക്യൂട്ട്, ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് യു ടു ഡു. ഈ സർക്യൂട്ട് എടുത്ത് ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, ഓരോ ടേംസ് എടുത്തിട്ട് 4:1 മക്സിൻ്റെ കോമ്പിനേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഐ എം ലിവിങ് ഇറ്റ് ടു യു. ഓക്കെ, ഇനി അടുത്തത്, so this is about 4:1. Any next combination is okay, so this is 8:1 mux. Multiplexer is 8:1. So you have 8 input lines, you have 1 output line at this side, and you have 3 select lines. So 3 select lines, 8 inputs and 1 output. Clear? Again the working is same. Working il oru maattumilla. See 8 inputs, you have 8 AND gates.
3 select lines, you have 3 NOT gates, and it is a sum of product way of representation. So you have an OR gate here and an output. Okay, so ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതും ടൈപ്പ് ഓഫ് മൾട്ടിപ്ലക്സർ എടുത്താലും അതിൻ്റെ ബേസിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. ഓക്കെ, യു ഹാവ് സെറ്റ് ഓഫ് AND gates, NOT gate, and finally you will have an OR gate to get the combination. Idum I want you to take each combination. Like for example, these 3 select lines will take 8 combinational values, right? 0 0 0 0 0 0 0 1 0 0 0 1 0, so like that, 0 to 7. So ഈ കോമ്പിനേഷൻസ് മുഴുവനും ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഈ പറയുന്ന ഇൻപുട്ട് തന്നെയാണോ ഔട്ട്പുട്ടിൽ വരിക എന്നുള്ളത് you should have to analyze. So I am leaving it to you to do the analysis part. Okay, and then you have 16:1 multiplexer. You have 16 input lines, you have 4 select lines, and then you have 1 output line. This is how you represent it. Okay, 16 input lines. So same way, see the circuit. Okay, you have see the inputs in this side, that is A0 to A15. You have 4 select lines, S1, S2, S3, S4, and output Y. Again same ഇത് തന്നെയാണ്, 16 AND gate വരും, 4 NOT gate, and then you have an OR gate towards the end. So ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് മക്സിൽ ത്രൂ ഔട്ട് വരിക. ഓക്കെ, ഇറ്റ് വോണ്ട് ചേഞ്ച്. ഈ ടേക്ക് ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് 16:1, സെയിം തിങ്. You have 16 AND gate, same thing. Okay, so this is 32:1, that's what I meant. So mux different ഇനി ഇത് രണ്ടും ഈ 16:1 രണ്ട് മക്സ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. You can put together to make 32:1. Okay, that's possible. Okay, അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. It's quite simple, not very big deal. Okay, so ഇതാണ് മൾട്ടിപ്ലക്സറിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇനി മൾട്ടിപ്ലക്സർ ഉണ്ടെങ്കിൽ there will always be a demultiplexer, right? So next topic is demultiplexer. Demultiplexer will do exactly the opposite of multiplexer. അതായത് it will take one input and then route to different outputs. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ്റെ റിവേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. Say for example, you have one input to give. Okay, so what can you consider for that? You have a switch. Okay, a switch that controls a bulb, a tube, a fan, and something else, some other appliances. ഒരു സിംഗിൾ സ്വിച്ചേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ in that case you don't want that switch to be controlled all the things at a single time. Okay, ഈ ഒരു ഇൻപുട്ട് ഈ ഒരു എല്ലാ ഇതിലേക്കും എപ്പോഴും വരുത്തിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, suppose you have an video going at this side, okay, and this side you have different channels, say A, B, C, D, different channels ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിസീവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഈ പറയുന്ന ഇൻപുട്ടിലെ വീഡിയോ എല്ലാ പ്ലേയേഴ്സിലേക്കും ഒരേ സമയത്ത് എത്തിക്കേണ്ട എന്ന് വിചാരിക്കുക. ലൈക്ക് യു അസൈൻ ടൈം സ്ലോട്ട് ഫോർ ഈച്ച് പീപ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ കൊടുക്കുന്ന വീഡിയോ ഇങ്ങനെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെയിം തിങ്, നോട്ട് ഡിഫറെൻറ്റ് വീഡിയോ, സെയിം വീഡിയോ. സോ ഓരോ ടൈമിനനുസരിച്ച് നമുക്കിത് സ്വിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസിനും നമുക്ക് ആ വീഡിയോ എത്തിക്കാൻ കഴിയും. സോ ദ വീഡിയോ സോഴ്സ് ഈസ് സിംഗിൾ, ബട്ട് ദ റിസീവർ എൻഡ് യു ഹാവ് ഡിഫറെൻറ്റ് റിസീവേഴ്സ്. ഓക്കെ, ടെലിഫോണിലൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ടെക്നിക്കാണിത്. Okay, again you have 2 select lines to select which output line you should assign to. അതായത് ഈ വരുന്ന ഇൻപുട്ടിനെ ഏത് ഔട്ട്പുട്ടിലേക്ക് അസൈൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ രണ്ട് സെലക്ട് ലൈൻസ് ആണ്. ഓക്കെ, സോ ദിസ് വർക്കിംഗ് ഈസ് നോൺ ആസ് demultiplexer. So it does exactly the opposite of multiplexer. So this is a simple multiplexer like which has 4 output and one input and 4 output. So again simple circuitry aanu, as per the select lines you can see from the from the truth table, like 0 0 edukanengil you will have y1, 0 1 edukanengil y2. So ഏത് സെലക്ട് ചെയ്യണം എന്ന് നമ്മൾ പിന്നെ തീരുമാനിക്കുന്ന സെലക്ട് ലൈൻസ് ആണ്. ഓക്കെ, നോട്ട് y1 ആക്ച്വലി. സോ 0 0 എടുക്കുകയാണെങ്കിൽ A, then 0 1 B,
1 0 C, then 1 1 is D. So അത് നിങ്ങൾക്ക് ഇതിന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, സോ ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ദ തിങ് വെരി ക്ലിയർ. ഒന്നുകൂടി ഞാൻ പറയാം. ഞാനൊന്ന് പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. സോ യു ഹാവ് ഓൺലി വൺ ഇൻപുട്ട് ആസ് എ. സോ ഈ എ എന്ന് പറയുന്നത് y0, y1, y2, y3 അല്ലെങ്കിൽ ഈ പറയുന്ന ഔട്ട്പുട്ടിൽ ഏതിൽ വരണം എന്ന് തീരുമാനിക്കുന്ന സെലക്ട് ലൈൻസ് ആണ്. സോ ഇഫ് ദ സെലക്ട് ലൈൻ ഈ 0 0 y0 അല്ലെങ്കിൽ ഏറ്റവും ലൈക്ക് എക്സ്ട്രീം എൻഡിലുള്ള ഔട്ട്പുട്ടിലായിരിക്കും. സോ ഇതിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരിക. ഇനി എ എന്ന് പറയുന്ന ഇൻപുട്ട് അടുത്തതിൽ വരണമെങ്കിൽ യു സെലക്ട് ദ ലൈൻസ് ആസ് 0 1. ഓക്കെ, 1 0 ആണെങ്കിൽ മൂന്നാമത്തേൽ, 1 1 ആണെങ്കിൽ നാലാമത്തേൽ. ദ ഇൻപുട്ട് ഈസ് സെയിം എ. സോ എ എന്ന് പറയുന്ന ഇൻപുട്ട് ഏത് ഔട്ട്പുട്ടിൽ വരണം എന്ന് തീരുമാനിക്കുന്നത് ഈ സെലക്ട് ലൈൻസ് ആണ്, ഈ രണ്ട് സെലക്ട് ലൈൻസ് ഇവിടെ ഉള്ളത്. സോ ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഈ സർക്യൂട്ട് ഒന്ന് യു ക്യാൻ ഡു ഇറ്റ് സെൽഫ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓരോ കണ്ടീഷൻ എടുക്കുക, എങ്ങനെയാണ് റൗട്ട് ചെയ്ത് വരുന്നത് എന്നുള്ളത് ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ 1 to 8 Demux. നേരത്തെ കണ്ടത് 1 to 4 Demux ആണ്. ദിസ് ഈസ് 1 to 8 Demux. യു ഹാവ് 3 സെലക്ട് ലൈൻസ്, 8 ഔട്ട്പുട്ട്സ് ആൻഡ് എ സിംഗിൾ ഇൻപുട്ട്. സോ ഈ ഇൻപുട്ട് ഈ ഓരോ ഔട്ട്പുട്ടിലും എപ്പോൾ വരണം അല്ലെങ്കിൽ എങ്ങനെ വരണം എന്ന് തീരുമാനിക്കുന്നത് ഈ സെലക്ട് ലൈൻസ് ആണ്. സോ ഇതാണ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി സിലബസ്. ഓക്കെ, ഇനി ഇത് അല്ലാതെ തന്നെ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. നമ്മളിനി അടുത്തത് എൻകോഡർ, ഡീകോഡർ, ആഡർ, സബ്ട്രാക്ടർ, അതായത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് ഉപയോഗിച്ച് പോസിബിളാണ്. സോ ഇൻ ദ നെക്സ്റ്റ് സെഷൻസ് വി വിൽ മൂവ് ഓൺ ടു ദാറ്റ് പോർഷൻസ്. സോ നമ്മൾ ഫസ്റ്റ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ദിസ് സെക്ഷൻ ഡീൽസ് വിത്ത് ദ അപ്ലിക്കേഷൻ ഓഫ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്. ഓക്കെ, താങ്ക് യു.